ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു DIY ആർട്ടുമായിട്ടാണ്. സോ നമ്മുടെ ബാഗ് പഴയ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ലെതർ അല്ലാത്ത ഫാബ്രിക് ക്യാൻവാസ് കൊണ്ടുള്ള ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നമുക്ക് സ്റ്റൈലിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. സ്റ്റൈലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് നമുക്കത് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടൊരു ആർട്ട് പീസ് എങ്ങനെ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഫാദറാണ്. സോ അച്ഛൻ നല്ലതായിട്ട് പടമൊക്കെ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ അച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുകയാണ്. കാരണം ഞാൻ വെറുതെ ചെയ്ത് കുളമാക്കണ്ടല്ലോ എന്നോർത്താണ് അച്ഛനെ കൊണ്ട് ആ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത്. സോ ഞാൻ ചെയ്ത ബാഗ് ഇതാണ്, സ്ലിങ് ബാഗിലാണ് ചെയ്തത്. സോ ഇത് ആർട്ട് ചെയ്തതാണ്. സോ ആർട്ട് ചെയ്തൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു പെയിൻറ്റ് ചെയ്ത് അക്രിലിക് പെയിൻറ്റിങ് കൊണ്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്തു, ഒരു ബ്ലൂ കളർ. കാരണം ഒരു സ്പ്രിങ് സ്റ്റൈലിലൊക്കെ നമുക്ക് അല്ല അടിച്ചു പൊളിച്ചൊരു ബ്ലൂ, അതുപോലെ യെല്ലോ, കുറച്ച് ഇരുണ്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്ത്. പിന്നെ ഇതൊരു വാൻ ഗോയുടെ ഒരു സ്റ്റെറി നൈറ്റ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. സോ അതേപടി കോപ്പി അടിച്ച് ചെയ്തതല്ല, നല്ല അടിപൊളിയായിട്ട് അച്ഛനെ കൂടെ ഞാൻ ചെയ്തതാണ്. സോ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. കുറച്ച് സ്നിപ്പറ്റ്സ് ഒക്കെയാണ് ആ ഒരു വീഡിയോയിൽ. പിന്നെ പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആണ് ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫാഷനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ ഡ്രസ്സ് ഏത് ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഇതുപോലെ ഫാഷൻ സ്റ്റൈലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് എനേബിൾ ചെയ്യുക. സോ ഇതാണ് മുമ്പേ കണ്ട ഹാൻഡ് പെയിൻറ്റ് ചെയ്ത ബാഗ്. ഈ ബാഗിൻ്റെ കളറ് നല്ലൊരു ക്രീം ലൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ അക്രിലിക് പെയിൻറ്റൊക്കെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പോപ്പപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ ഒരു ബാഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് ഡാമേജസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു ഡിസൈൻ ജുസേപ്പി സനോട്ടി എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡ്യൂപ്പാണ്. അപ്പം ആ ഒരു ലോഗോ തന്നെ ഭയങ്കര ഡാമേജ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്ലിങ്ങിൻ്റെ ഈ ഒരു വള്ളിയിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ ക്യാമറയിൽ നല്ല രസമായിട്ടാണ് ഈ ബാഗ് കാണുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയുള്ളതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് നല്ലൊരു അടിപൊളിയാക്കി എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ് 2 പെയിൻറ്റിംഗ് ആണ്. ഒന്ന് വാൻ ഗോയുടെ സ്റ്റെറി നൈറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഗുച്ചി ബ്ലൂംസിൻ്റെ ഒരു ബ്ലൂംസ് ഭയങ്കര ഒരു ഫ്ലവറി ഡെക്കറേഷനൊക്കെ ഉള്ള ഒരു ഡെക്കോറുമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് രണ്ടും നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒക്കെ ഇതുപോലെ ഡാമേജസ് ഉണ്ട്. നിങ്ങൾക്കിതിപ്പോൾ തുറന്ന് കാണിക്കുവാണെങ്കിൽ മനസ്സിലാകും, കുറേ വിട്ടു പോയിട്ടുണ്ട്. അതുപോലെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റിയ ഒരു കോലമല്ല അതിനകം, അതുപോലെ ഡാമേജസ് ആണ് അതിനകമൊക്കെ. ഈ ബാഗിനൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സാധനം വെച്ചിരിക്കുന്ന. ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സാണ്, അപ്പോൾ ഒരു സ്ട്രക്ചറും കിട്ടും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
നമ്മുടെ പഴയ ബാഗുകൾ, അതുപോലെ ചില ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ക്ലോത്തിങ് ഐറ്റംസ്, അതുപോലെ ബാഗുകൾ ഒക്കെ കുറച്ച് വീർ ആൻഡ് ടീർ വന്നാലും നമുക്കിങ്ങനെയൊക്കെ പെയിൻറ്റൊക്കെ ചെയ്ത് അതൊരു ഒന്നെങ്കിൽ നല്ലൊരു ആർട്ട് പീസായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.